എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് സിംഗപ്പൂരിലെത്തിയിട്ട് നമ്മൾ റോഡ് വഴി കാറിൽ ഒരു യാത്ര. അപ്പോൾ അതിന് ചുറ്റും കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ സിംഗപ്പൂർ എത്തുന്നത് കപ്പൽ വഴി. ഈ ഫോട്ടോയിൽ കാണുന്ന കപ്പൽ വഴിയാണ് സിംഗപ്പൂർ എത്തുന്നത്. സിംഗപ്പൂർ എത്തിയിട്ട് അവിടുന്ന് കാറ് വഴിയാണ് നമ്മൾ ടൗണിലോട്ട് പോകുന്നത്. ഇത് ഇവിടെ കാണുന്ന ഈ ലാഡർ, മുകളിൽ ക്രോസ് ആയി കാണുന്ന ഈ ലാഡർ വഴിയാണ് ആൾക്കാർ കപ്പലിന് ഇറങ്ങാനും കയറാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങനെയുണ്ട്. അതായത് ചെറിയ ബോട്ടുകളൊക്കെ വന്ന് കൂട്ടിയിടിച്ചിട്ട് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ കപ്പലുകളൊന്നും കരയ്ക്ക് വരാൻ കഴിയില്ല. അപ്പോൾ നടുക്കടലിൽ കുറച്ച് ഭാഗത്തോട്ട് നിർത്തിയിട്ടിട്ട് ഇപ്പൊ ഒരു ബോട്ട് കാണുന്നില്ലേ, ഇതേപോലത്തെ ബോട്ട് നമ്മളെ കപ്പലിന്റെ അടുത്ത് വന്ന് നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ കരയ്ക്ക് പോവുക. ഈ ബോട്ട് ഏകദേശം വരുന്നതിന് 40,000-50,000 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് ഒരു പ്രാവശ്യം നമ്മളെ കപ്പലിന്റെ അടുത്ത് വന്നിട്ട് ബോട്ട് നമ്മളെ കൊണ്ട് കരയെ കൊണ്ടുവിട്ട് തിരിച്ചിടുന്നതിന്. ഇത് കണ്ടെയ്നർ കൊണ്ടുവരുന്ന പോർട്ടാണ്. ഈ കപ്പൽ വഴി കണ്ടെയ്നർ ഇവിടെ വന്ന് നിൽക്കും. ഈ വലിയ മോൾ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെയ്നർ ഇറക്കാനും കയറ്റാനും ഉപയോഗിക്കുന്നത്. ഈ കണ്ടെയ്നറിന്റെ അകത്ത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, സ്പെയർ പാർട്സുകള്, പാത്രങ്ങള്, അങ്ങനെ കണ്ട ഇലക്ട്രോണിക്സ് ഐറ്റം, അതൊക്കെ ഇതേപോലത്തെ കണ്ടെയ്നറിന്റെ അകത്ത് നിറച്ചു വെച്ചിട്ട് കണ്ടെയ്നറാണ് നമ്മുടെ നാട്ടിലോട്ട് അയക്കുന്നത്. എല്ലാ ഇലക്ട്രോണിക്സ് സാധനം, മൊബൈല്, ലാപ്ടോപ്പ് ഒക്കെ. ഇത് MSC എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനിയുടെ കപ്പല്. ഈ കപ്പല് നമ്മൾ കരയിലെടുത്ത് വെച്ച് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഭാഗത്താണ് അതിന്റെ പ്രൊപ്പല്ലർ ഇരിക്കുന്നത്. അത് കറങ്ങുമ്പോഴാണ് കപ്പൽ മുമ്പോട്ട് പോകുന്നത്. ഈ ബാക്ക് ഭാഗം കപ്പലിന്റെ പിൻഭാഗമാണ്, കണ്ടോ ഈ പ്രൊപ്പല്ലർ. ഈ നേരെ കാണുന്നതാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു വൈറ്റ് കളർ റൗണ്ട് കാണുന്നില്ലേ, അവിടെ ഇതുപോലത്തെ ഒരു പ്രൊപ്പല്ലർ ആയിരിക്കും കപ്പലിനെ വലത്തോട്ടും ഇടത്തോട്ടും മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അത് പ്രത്യേകിച്ച് കരയിലോട്ട് കപ്പൽ അടുത്ത് വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും അത് ഉപയോഗിക്കത്തില്ല. ഇങ്ങനെ കൊണ്ട കരയിൽ വെച്ച് കിട്ടും. ഈ കപ്പലാണ് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന, കാറുകള്, ലോറി, ട്രക്ക്, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പലാണ് ഇത്. ഇതിന്റെ മൊത്തം കവറായിരിക്കും. പുറത്തുനിന്ന് ഇങ്ങനെ കാറ്റും വെയിലൊന്നും കൊള്ളൂല. ഇതിന്റെ ഉള്ളില് തട്ടായിട്ടായിരിക്കും അതിന്റെ അകത്തേക്കും കാറൊക്കെ പാർക്ക് ചെയ്ത് വെക്കും. നമ്മളൊക്കെ പണ്ടൊക്കെ പറയല്ലേ, ഇത് കപ്പലിന്റെ ഒരു അടിഭാഗമാണ്. കാണിച്ചില്ലേ, അത് ഞങ്ങൾ പോയൊരു കപ്പൽ അടിഭാഗം നിലത്ത് തട്ടിപ്പോയിട്ട് അടിഭാഗം കട്ട് ചെയ്തിട്ട് പുതിയ പ്ലേറ്റ് വെക്കുന്ന ഒരു ഫോട്ടോ ആണ്. നമ്മൾ പണ്ടൊക്കെ പറയാൻ കപ്പലിന്റെ അടിയിൽ ബ്ലേഡ് ഉണ്ട്, തിമിംഗലം വന്ന് മറച്ചിടും നോക്കാം. അങ്ങനെയൊന്നും സാധനമില്ല, പ്ലെയിനായി കിടക്കുക അതിന്റെ അടിയിൽ. നമ്മള് സിംഗപ്പൂര് കരയിലെത്തി നമ്മൾ കാറിൽ യാത്ര ചെയ്യാം. റോഡ് അത്ര നല്ലൊരു കുണ്ടും കുഴിയൊന്നുമില്ല, പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡല്ല. അതുകൊണ്ടാണ് ഭയങ്കര വൈബ്രേഷൻ. പിന്നെ ടാക്സി ഡ്രൈവർ നല്ല സ്പീഡിലാണ് ഓടുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു മനോഹരമായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ടൗണാണ്, ഏകദേശം ഈ ഭാഗങ്ങളിലൊക്കെ ടൗണായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തത്. എല്ലാ റോഡ് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് മൊത്തം ഗ്രീനറി ആയിരിക്കും എപ്പം പോയി കഴിഞ്ഞാൽ. ഇത് ഒരു ഐലൻഡാണ്. സിംഗപ്പൂർ ഐലൻഡ് പോലത്തെ കുറച്ച് ചെറിയ സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ടൗണാണ്, പ്രോപ്പർ ടൗണാണ്. ചെറിയ ചെറിയ കടകൾ, നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ കടകളാണ് ഇതൊക്കെ.
ടൗൺ വിട്ടിട്ട് കുറച്ച് ബസ്സുകളൊക്കെ ഇതേപോലത്തെ ബസ്സുകളാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വലിയ വലിയ കമ്പനികളാണ്, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സൈഡിലൊക്കെ നടക്കുന്നുണ്ട്. ബിൽഡിംഗ് ഭയങ്കര ഫേമസ് ആണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കപ്പൽ പോലത്തെ രൂപം ഉണ്ടാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് അവര്. ഈ നിങ്ങൾ ബിൽഡിംഗ് കാണുന്നില്ലേ, ഇത് ഭയങ്കര ഫേമസ് ബിൽഡിംഗ് ആണ് സിംഗപ്പൂരിലെ. അതിന്റെ മുകൾ ഭാഗത്ത് നിറച്ച് ചെടികളും മരങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മള് കരയിലെത്തിയത്. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തൊന്ന് കറങ്ങി തിരിച്ചു പോവാണ്. വെയിൽ നല്ല ശക്തിയായിട്ട്, നല്ല വെയിൽ, നല്ല ചൂടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത്. എങ്ങനെയെങ്കിലും തിരിച്ചു പോയാൽ മതി എന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു, അതുപോലത്തെ ചൂടായിരുന്നു. വെയില് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തു നിന്നായി. ക്യാമറയിലേക്ക് വിഷ്വൽസ് ഒന്നും അത്ര കൃത്യമായിട്ട് പതിയുന്നില്ല. വെയിലിന്റെ ചൂട് കാരണവും അതിന്റെ ലൈറ്റ് കാരണവും. ഇപ്പം നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാണ്. ടൗണിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചുള്ള യാത്രയാണിത്. കണ്ടോ, കപ്പലിന്റെ കരയോട് നമ്മൾ നിർത്തുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേ നിൽക്കുകയാണത്. കൺവെയർ ബെൽറ്റ് കണ്ടില്ലേ, ഈ ബെൽറ്റ് കണ്ട ആൾക്കാർ ഇതിൽ കൂടെ നമുക്ക് അതിൽ കയറി നമുക്ക് ഒരു ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് യാത്ര ചെയ്യാൻ പറ്റും. ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഈ ബെൽറ്റ് വഴി ഇരുന്ന് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ഊഞ്ഞാൽ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം. മലമ്പുഴ ഡാമിലൊക്കെ ഉണ്ട് ഇതേപോലത്തെ. വെയില് നമ്മളെ ഫ്രണ്ടിലോട്ട് വരികയാണ്. നല്ല വെയിലുണ്ട്, നല്ല മഴക്കാർ പോലെയുണ്ട്. നല്ല ശക്തമായിട്ട് കാർമേഘങ്ങളൊക്കെ വന്നിട്ട് മുൾഭാഗം കണ്ടില്ലേ, മൂടൽ മഞ്ഞ് പോലെയൊക്കെ ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കാലാവസ്ഥ. അപ്പൊ ഇതാണ് സിംഗപ്പൂർ ഉള്ള കാഴ്ചകളൊക്കെ. കാർ വഴി നമ്മൾ സിംഗപ്പൂർ ഒന്ന് കറങ്ങി ഇനി നമ്മൾ തിരിച്ച് കപ്പലിലോട്ട് പോവാണ്. നമ്മുടെ നാട് പോലെ തന്നെ ഒരു ചെറിയ കേരളം തന്നെയാണ് സിംഗപ്പൂർ. മൊത്തം പച്ചപ്പുകളൊക്കെ ആയിട്ട്, തെങ്ങൊന്നുമില്ല, മറ്റു മരങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ തിരിച്ച് കപ്പലിൽ കൊണ്ടുവിടാനുള്ള ബോട്ടാണ് ഈ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് കപ്പലിലോട്ട്. 5 മണിക്കൂർ നമ്മൾ കരയിലുണ്ടായിരുന്നു മൊത്തം.